ഗൈസ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് പാർട്ട് 2 ആണ് ഗൈസ്. നമ്മുടെ ശമ്പളം കിട്ടുന്നതിൻ്റെ പാർട്ട് 2 ആണ്. ആ കൺസ്ട്രക്ഷൻ ഏരിയയിലേക്കായാലും നമുക്ക് പുതിയൊരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് ഓർഡറാണ്. നമുക്ക് അവിടെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് ഷോറൂം ഇല്ലേ, അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ജോലിക്കാരൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമുക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. ഗൈസ്, ഈ ആ കൺസ്ട്രക്ഷന് പോലെ അല്ല, ഇവിടെ ഒരു മാസത്തേക്ക് 1 lakh rupees കിട്ടും ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, അതുകൊണ്ട് തന്നെ ഞാൻ ഗെയിമിലോ അതായത് ഷോറൂമിലോട്ട് പോവുകയാണ്. ഇത്രയും കാശ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിടാൻ പോവുക ഗൈസ്. അതൊക്കെ മണ്ടന്മാരെ വിടുകയുള്ളൂ. നമ്മൾ ബുദ്ധിമാന്മാരാണ്, അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് ചെയ്യും. അതാണ് നിങ്ങൾ. അപ്പം എന്തായാലും ഗൈസ്, നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം ഇപ്പം തന്നെ. അപ്പോൾ എന്തായാലും ഏകദേശം എത്താറായിട്ടോ. അതിന് മുമ്പ് തന്നെ എല്ലാവരും സബ്സ്ക്രൈബിലായി. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ ഇവിടെ എത്താറായ. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് എപ്പോഴും മോട്ടിവേഷൻ കിട്ടാനാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതുപോലും ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ വീഡിയോ ഇടും ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ എൻ്റെ മോനെ ഇത് കിടുക്കാച്ചി ആക്കിട്ടോ. നേരത്തെ പോലെ തല്ലിപ്പൊളിയല്ലേ, ഇപ്പം അടിപൊളി ആക്കിയ എൻ്റെ മാനേജർ. ഷോറൂമിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് അപ്പുറത്ത് ആരും ചെയ്ത് നമുക്ക് ജോലി റിസൈൻ ചെയ്യണം. അല്ല, അതിന് മുമ്പ് നമുക്ക് ജോലി റിസൈൻ ചെയ്യണം. നമുക്ക് ആദ്യം അവിടെ ചെന്നിട്ട് ജോലിയിൽ നിന്ന് ഞങ്ങൾ പോവുകയാണെന്ന് പറയാം ഗൈസ്. അതുകൊണ്ട് ഇത് തന്നെ നമ്മുടെ ഓഫീസറിൻ്റെ വീട് ഇതാണ്. അപ്പം നമുക്ക് ഇതിലിട്ട് കയറിയിട്ട് പറയാം ഗൈസ്. അപ്പം നമ്മളിതാ കയറാൻ പോവുകയാണ്. ഓഫീസർ ഇവിടെ ഉണ്ടോ? ഓഫീസർ എന്താ രാവിലെ തന്നെ കിടന്ന് കേറി വിളിക്കണത്? അത് സാറേ, എൻ്റെ ജോലി റിസൈൻ ചെയ്യാനാണ് ഞാൻ വന്നത്. ഓ, വലിയ ജോലി കിട്ടിയപ്പോ നമ്മളെ ഒന്നും വേണ്ട. ശരിയെന്നാ, അവിടെ കൊടുത്തിട്ടുണ്ട് പേപ്പർ. എന്നാ സാറേ, എന്തായാലും ഗൈസ്, നമുക്കിപ്പോൾ ഷോറൂമിലേക്ക് പോകാം. ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി ഇവിടെ നിന്ന് മൊത്തം ഇമോഷണൽ ആവും അയാൾ. അതാണ് നമുക്കിപ്പോൾ തന്നെ. അപ്പോൾ ഗൈസ്, നമ്മൾ ജോലിയൊന്നും റിസൈൻ ചെയ്യാൻ പോവല്ല, നമ്മൾ നമ്മുടെ അപ്പുറത്തേലോട്ട് വേണം. പക്ഷെ പുള്ളിക്കത് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളി ഭയങ്കര ഇമോഷണലും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടുന്ന് ദുബായിക്ക് പോയിട്ട് ഇവിടുത്തെ അപ്പുറത്തെ കവലെ പോലും പോകാൻ പോകുന്നില്ല. അപ്പം എന്തായാലും ഗൈസ്, നമ്മൾ ജോലി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഏതെങ്കിലും ഒരു ചേച്ചി കാണുവാണെങ്കിൽ ചേച്ചിയുടെ അടുത്ത് ചോദിച്ച് നോക്കാം. അപ്പം എന്തായാലും ഇവിടെ എൻ്റെ മോനെ സെറ്റപ്പ് ആക്കിയിട്ടോ, മരങ്ങളൊക്കെ വെച്ച്. ഈ ടൈലിൻ്റെ അകത്ത് എവിടെ നിന്നാണ് മരം മുളച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മൾ ഷോറൂമിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും ചേച്ചി ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഇവിടെ മൊത്തം തപ്പടി. ഇതൊരു വലിയ സ്ഥലമാണ്, എവിടെ ഉള്ളതെന്നൊരു പിടുത്തവും ഇല്ല. ഇനി മേളിലോട്ടൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാം ഗൈസ്. ഇപ്പം എന്തായാലും ചുറ്റിക്കറങ്ങി അങ്ങ് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും കാണും. ഓ ഗൈസ്, എവിടെ നോക്കിയിട്ട് ഇതെവിടെ നിന്ന് പറന്നു വന്നു ഗൈസ്? ഞാൻ കള്ളനൊന്നും അല്ല ചേച്ചി, ഞാൻ കള്ളനൊന്നും. ആരും ഇല്ലാത്ത നേരത്തെ നോക്കി കൊള്ളയടിക്കാൻ കയറിയത് നീ ആരാണോ? പറയണ മര്യാദയ്ക്ക്. അയ്യോ ചേച്ചി, ഞാൻ ഇവിടെ അപ്പോയിൻമെന്റ് എടുക്കാൻ വന്നതാണ്. സോറി ചേച്ചി. എവിടെ? എനിക്കൊരു ബോണസ് ആയിട്ടൊരു ബൈക്ക് തരുമെന്ന് മാനേജർ പറഞ്ഞായിരുന്നു. അതെവിടെയാ? അത് മേളിലാണ്. പെട്ടെന്ന് കയറി ചെന്നാ അവിടുന്ന് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. ശരി ചേച്ചി. പിന്നെ എല്ലാ ദിവസവും രാവിലെ കാലത്ത് 9 മണിക്ക് വരണം, ഇല്ലെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടും. ഇവിടെ കുറച്ച് കർശന നിയമങ്ങൾ ഉള്ളതാ കേട്ടോ. ബാക്കിയെല്ലാം മാനേജറിന്റെ സ്റ്റാഫ്സ് ഉണ്ട്, അവര് പറഞ്ഞു. ഓക്കെ, ശരിയെന്നാ ചേച്ചി, പിന്നെ കാണാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെ കണ്ടാണ് ഒരു ബൈക്ക് എന്ന് പറഞ്ഞത്. ഇതെന്താ ഇവിടെ ഒരു സ്ഥലമായിട്ട് ബാക്കി ഇട്ടേക്കണേ? അതൊന്നും എനിക്ക് ആ ഗ്രീൻ ബൈക്ക് ആയിരിക്കും ഗൈസ് ചിലപ്പം. അത് താഴെ കിടക്കുന്ന ബൈക്കാണ്, ചിലപ്പോൾ ഗ്രീൻ ബൈക്ക് ആയിരിക്കും. നമുക്ക് നല്ല ഗ്രീൻ ബൈക്ക് ചെന്ന് എടുക്കാം ഗൈസ്. ഇവിടെ ഹമ്മർ കിടപ്പുണ്ട്, താറ് കിടപ്പുണ്ട്, മോഡിഫൈഡ്. നമുക്കിനി അതാണ് ഈ ഗ്രീൻ ബൈക്ക് എടുത്തിട്ട് പോവാം ഗൈസ്. ഇവിടെ നിന്ന് ചാടിച്ചാലോ? വേണ്ട ഗൈസ്, ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്ന് കാശ് ചോദിക്കും. ചേച്ചി താഴെ നിൽപ്പുണ്ട്. ഇന്ന് വളയ്ക്കാൻ ഇച്ചിരി പാടാണല്ലോ. വളച്ചൊന്ന് ഇറക്കാനറിയാം, ഇച്ചിരി പാടാണ്. അപ്പം ഒന്ന് ഇറക്ക് പ്ലീസ്. ഇറങ്ങിക്കോട്ടെ ഗൈസ്. ഇതൊന്ന് നോക്കി പോകണമെങ്കിൽ ഇച്ചിരി പാടാണ്. ആ സൈഡിൽ നിന്ന് ഓ ഗൈസ്, ഞാൻ ഇപ്പം അയ്യോ, ആ ചേച്ചി ബാക്കിൽ ഇടിച്ചോണ്ടാണെന്ന് തോന്നുന്നു. അയ്യോ,
ഏട്ടാ നീ മര്യാദയ്ക്ക് വണ്ടി ഓടിയില്ലേ? അങ്ങനെയാണ് ഇതെങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ മാനേജർ നിന്നെ പിരിച്ചോടി എന്നെ പിരിച്ചോടി. സോറി ചേച്ചി, ഗുഡ് ബൈ. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഈ ബൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോവാം. അപ്പോൾ ഗൈസ് ചെറിയായിട്ടൊരു പനി പിടിച്ചെന്ന് തോന്നുന്നു. അവിടെ മൊത്തം AC ഇല്ലേ ഗൈസ്, AC. അതുകൊണ്ട് നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.